ഇവിടെ അച്ഛൻ്റെ ബാഗ് എല്ലാം കിടന്നു. ഇതാണ് അച്ഛൻ്റെ ബാഗ്, ഓഫീസ് ബാഗ്. അതായത് ഇത്രയും ഈ പൊടി പിടിച്ച ഫാൻ എന്തിനാണാവോ ഇത്രയും ഇവിടെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഉണ്ട്. ഇതിലാണ് ഫസ്റ്റത്തേൽ നിറച്ചും പൊടിയാണ്, കറയുണ്ട്, നിറച്ചും പൊടി, പൊടിയോട് പൊടിയാണ്. अभी ये क्या है, मंचूरियन है क्या? ഞാൻ പറഞ്ഞത് മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെജ് ആയിട്ട് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക്. കുറച്ച് ദിവസം ഞങ്ങളുടെ വ്ളോഗൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കിലായിരുന്നു. മോളുടെ പരീക്ഷയും പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കാരണം പുറത്തിറങ്ങാൻ പറ്റിയില്ല, വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു മുംബൈ ട്രിപ്പ് പോവാണ്, മഹാരാഷ്ട്ര അല്ലേ. മുംബൈ ട്രിപ്പ് പോവാണ്. അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച, സാറ്റർഡേ അല്ലേ, 2-ാം തീയതി, ഓഗസ്റ്റ് 2-ാം തീയതി. അപ്പോൾ 11 മണിക്കാണ് ട്രെയിൻ. ആലുവയിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിലെ ഞങ്ങൾ നീച്ചിട്ട് രാവിലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. ബിരിയാണി എന്തിനാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിലത്തെ ഫുഡൊക്കെ മോസ്റ്റ്ലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയ ബിരിയാണിയാണ്. ഇതൊന്ന് ഞങ്ങൾ പാക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് ചെറിയ പാത്രമായി പോയിരുന്നു, വലിയ പാത്രത്തിലാക്കി മിക്സ് ചെയ്യണ്ടായിരുന്നു അല്ലേ. ഇതിന്റെ ഉള്ളിൽ അടിയിലാണ് മസാല കേട്ടോ. ഇതേ ചിക്കൻ ബിരിയാണി അല്ല കേട്ടോ, വെജ് ബിരിയാണിയാണ്. കാരണം ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ നോൺ വെജ് കഴിക്കേണ്ടത് വിചാരിച്ചിട്ട്. ഇപ്പം ഞാൻ വെജാണ്, കുഴപ്പമില്ല. വീട്ടുകാരാണ് നോൺ വെജിറ്റേറിയൻ. ഞാൻ വെജിറ്റേറിയനാണ്, പ്യൂർ വെജിറ്റേറിയനാണ്. അപ്പോൾ ഇതിൽ നല്ല പനീറും പിന്നെ മട്ടറും പിന്നെ എല്ലാ വെജിറ്റബിളും ഫ്ലവറും. പനീറൊക്കെ ഇതിന് ഉള്ളിലുണ്ട്. ഇതൊക്കെ കിട്ടിയവർക്ക് ഭാഗ്യം. ഇത് അവർക്ക് ഭാഗ്യം അനുസരിച്ച് കിട്ടും. ഓരോരോ പനീരിൽ എഴുതിയിട്ടുണ്ട് ഓരോരുടെ പേര്. അപ്പോൾ ഞങ്ങളെ കസിൻ വന്നിട്ടുണ്ട് ഇവിടെ. എടാ ഇതെവിടെയൊക്കെയാ? ഹായ് ഹായ്. ഇതെവിടെയൊക്കെ ഉണ്ട്? ബാക്കിലേക്ക് വെച്ചോ. ബാക്ക് തുറന്നേ, തുറന്നിരിക്കുക. കുഞ്ഞാ അച്ഛൻ ലാപ്ടോപ്പ് ഒന്ന് പിടിക്കാമോ? ലാപ്ടോപ്പ് അമ്മയ്ക്ക് കൊടുക്കുക. ഇല്ലമ്മ എന്താ പിടിച്ചാ? അച്ഛൻ വേറെ അച്ഛനെ മടിയിലിരുന്നു കേട്ടോ. കണ്ടിട്ടില്ലേ, പുതിയ ട്രാൻസ്ഫറാണോ? അങ്ങനെ ഞങ്ങള് ആലുവയ്ക്ക് പോവാണ്, റെയിൽവേ സ്റ്റേഷനിലേക്ക് അല്ലേ പാറു? എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളെ യാത്രാ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? പാറു എങ്ങോട്ടാ നമ്മൾ പോണത്? ഓർക്കനെ പോലെ കേക്കട്ടെ. ബോംബെക്ക് പോവാണല്ലേ, പ്രദീപ് പാപ്പന്റെ വീട്ടിലേക്ക് പോവാണല്ലേ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഏരിയ. ഇത് കാക്കനാട് കങ്ങരപ്പടി എന്ന് പറയും. അപ്പോ ഇവിടെയാണ് ഞങ്ങള് താമസിക്കുന്നത്. അപ്പൊ ഇന്ന് സൗരഭേ മഴയൊന്നും ഇല്ല അല്ലേ? മഴയില്ല, ഇന്ന് മഴ ഇല്ലാത്ത ദിവസമാണ്. ഇന്നലെ രാത്രിയാണ് മഴ പെയ്തത്. ഇന്ന് രാത്രി നല്ല മഴ പെയ്തു. പക്ഷെ ഇന്നത്തെ നോക്കിയ ക്ലൈമറ്റ് നോക്കി നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ അല്ലേ സൗരഭ്? അതെ അതെ, നല്ലൊരു ക്ലൈമറ്റ് ആണ്. മഴയൊന്നും ഇല്ല, ഒരു കൂളിംഗ് ക്ലൈമറ്റ് ആണ് അല്ലേ പാറോ? ഇതാണ് HMT റോഡ്. HMT മെഡിക്കൽ കോളേജ് റോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ സ്ഥലത്ത് വരുമ്പോൾ എനിക്ക് ഈ ഏരിയ ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഈ ഏരിയയോട് എനിക്ക്, കാരണം ഇത് ഫുള്ളി ഗ്രീനറിയാണ് അല്ലേ, മുഴുക്ക കവേർഡ് ചെയ്ത ഒരു സ്പേസ് ആണ് ഇവിടെ. ഇല്ല കുറച്ചും കൂടി മുമ്പോട്ട് പോകണം അല്ലേ സൗരഭേ? ഇവിടെ ഷൂട്ടൊക്കെ നടക്കാറുണ്ട്, ഈ ഏരിയ കാണാറുണ്ട് മൂവിയിലൊക്കെ. ആണോ? നോക്കിയേ, ഈ റോഡ് മുഴുക്ക കവർ ചെയ്തിരിക്കാണ് മരങ്ങൾ. ആഹാ നല്ലായിരുന്നു. നോക്കിയേ, അടിപൊളിയായിരുന്നു. കണ്ടോ?
ഇവിടെ വന്ന് കഴിയണം. നോക്കി നല്ല ഏരിയ അല്ലേ ഇത്? നോക്കിയേ, ഇത് കൂടെ നമ്മൾ ബൈക്ക് ഓടിച്ച് പോകുമ്പോഴേ നല്ല തണുപ്പ് ഫീൽ ചെയ്യും. നല്ലൊരു കോൾഡ് ക്ലൈമറ്റ് ആണ് ഇവിടെ ഇതിനെ പോകുമ്പോൾ. ആഹാ, മരങ്ങൾ നോക്കിയേ, ചാഞ്ഞ് നിൽക്കണം എല്ലാ മരങ്ങളും റോഡ് സൈഡ് നടുക്കലായിട്ട്. ഇവിടെ HMTയുടെ ഓഫീസല്ലടാ? HMTയുടെ കോമ്പൗണ്ടേക്ക് ആണോ? ആ, ഇത് മുഴുക്ക ഈ HMTയുടെ കമ്പൗണ്ട് ആണത്. HMT വാച്ചാണ്, വാച്ചിന്റെ അല്ലേ? അതെ അതെ, ലെഫ്റ്റ് സൈഡിൽ HMT. ആ, ഇതാണ് HMT. അതെന്താ അത് ഇതിനപ്പുറത്തെ കൂട്ടി കിടക്കാണോ? അത് വർക്കിംഗ് ആണോ അത്? അതെ അതെ. ഇതാണ് HMT ജംഗ്ഷൻ. നീ എന്താ പറഞ്ഞിരുന്നു സൗരഭേ? ഒന്നുമില്ല, നല്ല കാര്യമല്ല പറയാൻ പോയത്. അത് കട്ടി. ഞാൻ പറയാൻ വന്നത് കുസാറ്റില് H1N1 കൂടിയിട്ട് കുസാറ്റ് അടച്ചിട്ടേക്കുക. ഇപ്പൊ ഓൺലൈൻ അത് അറിഞ്ഞില്ലേ? ഇവിടെ തൃക്കാക്കര കുസാറ്റ് എല്ലാം കളമശ്ശേരി മൊത്തം H1N1 പ്രശ്നമാണ്. അതെയോ? എന്നിട്ട് അടച്ചിട്ടേക്കുക. അറിഞ്ഞില്ല കേട്ടോ. സ്കൂളില് മാസ്ക് കൊടുത്തു വിടണം പറഞ്ഞില്ല? നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച മുതൽക്ക്. ഈ BMC ഇല്ലേ, ഭാരതമാതാ കോളേജ്, അവിടെയും H1N1 ന്യൂസിൽ എപ്പോഴും പറയുന്നുണ്ടല്ലോ. കേട്ടില്ലല്ലോ. ഇതിപ്പോ ഒരു സ്കൂളിൽ വരികയാണെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും സർക്കുലേറ്റ് ആവേണ്ടതല്ലേ? എല്ലാ കുട്ടികൾക്കും ചെയ്യേണ്ടതാണ്. പക്ഷെ എനിക്കറിയില്ല. ഞാനൊക്കെ പിന്നെ സ്കൂളിൽ മാസ്ക് കൊടുത്താ കിട്ടിയിരുന്നു. മാസ്ക് ഇട്ട് വരാൻ ടീച്ചർമാരെ പറഞ്ഞിരുന്നാ? 1ാം ക്ലാസ്സിലെ പിള്ളേരായിരിക്കും. കൊച്ചു പിള്ളേരല്ലേ? നമുക്ക് ടീച്ചറോട് ചോദിച്ചു നോക്കാം അല്ലേ? ടീച്ചർ ചോദിച്ചിട്ട് എന്തായാലും നമുക്ക് 1 വീക്ക് ലീവ് അല്ലേ? 1 വീക്ക് നമ്മൾ കറങ്ങാൻ പോകില്ല. എന്ത് വേണം, അത് കഴിഞ്ഞിട്ട് ഓണം വെക്കേഷൻ. അങ്ങനെ ഞങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇപ്പോൾ ട്രെയിൻ ഓൺ ടൈമാണെന്ന്. ഇത് ചിപ്സ് ട്രെയിനിൽ പോയിട്ട് കഴിച്ചാൽ പോരോ പാറോ? ഇപ്പൊ കഴിക്കാനാ? ക്ഷീണിച്ചാ? എവിടെ കഷ്ണം തന്നെ? ഒരു കഷ്ണം. അത് ചിപ്സ് അല്ലേ? എനിക്കിത് ഇഷ്ടമല്ലമ്മ, എനിക്ക് ചിപ്സാ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ട്രെയിന് വന്നു. ഞങ്ങളുടെ S4 ആണ് ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റ്. ബാഗെല്ലാം എടുത്തില്ലേ അപ്പാ? ബാഗെല്ലാം എടുത്തില്ലേ? നമ്മൾ S4 ആണ്. ഇത് S6 5 S4. അതാണ് S4. ഇതാണ് നമ്മൾ. കുറച്ച് നേരം അത് വേറെയാണ് ആക്കിയിട്ട് നമ്മളുടെ അല്ല. ഇപ്പോൾ ഇരുന്നോളൂ. നമ്മളിതാണ് 51 53. അതൊക്കെ 54. പിന്നെ 56. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. ഇപ്പോൾ യാത്ര തുടങ്ങി. ട്രെയിൻ ഓൺ ടൈമാണ്. ഇപ്പൊ ഞാൻ ഇതിന് മേളിലാണ്. ഇതായിട്ട് ഇവിടെ ഉറങ്ങാണ് തോന്നണേ. നോക്ക്. ഹായ് പറഞ്ഞേ. ഹലോ ഹായ്. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്, കാണിച്ചുതരാം.
ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. അച്ഛാ അച്ഛാ അച്ഛോയ് അച്ഛാ ഉറങ്ങിയോ? മേളില് മേളില് അച്ഛോയ് അച്ഛാ. एक गरम समोसे हरी मिर्ची चटनी के साथ में അച്ഛമ്മ മോൾ അച്ഛമ്മ എന്തെടുക്കായിരുന്നു? വിൻഡോ സീറ്റിലാണ് തോന്നുന്നു. മോൾ എന്തെടുക്കായിരുന്നു? ചേച്ചിയാണ് വിൻഡോ സീറ്റിൽ, വേറെ ചേച്ചിയാണ് വിൻഡോ സീറ്റ്. അതാ അച്ഛമ്മ ചേച്ചി മാറിയപ്പോ അച്ഛമ്മ പോയിരുന്ന്. മോൾ എന്തെടുക്കായിരുന്നു? അപ്പൊ ഞാനിവിടെ അവിടെ ബിസ്ക്കറ്റ് തിന്നുകൊണ്ടിരിക്കായിരുന്നു താഴെ. അപ്പൊ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ബിസ്ക്കറ്റ് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വീഡിയോ എടുക്കണ്ടേന്ന്. ഇനി വീട്ടിലെത്തിയിട്ടാണ്. ബൈ. അപ്പൊ ഞാൻ സിംഗിളായിട്ട് മേളിലിരിക്കുകയാണ്. മേളിൽ ഫാനൊക്കെ ഉണ്ട്. അപ്പൊ ബാക്കി എല്ലാവരും താഴെയാണ്. അത് हेलो गाइस അപ്പൊ ഇവിടെ അച്ഛന്റെ ബാഗ് എല്ലാം കിടന്നു. ഇതാണ് അച്ഛന്റെ ബാഗ്, ഓഫീസ് ബാഗ്. അതായത് ഇത്രയും ഈ പൊടി പിടിച്ച ഫാൻ എന്തിനാണാവോ ഇത്രയും ഇവിടെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഉണ്ട്. ഇതിലാണ് ഫസ്റ്റത്തേലും നിറച്ചും പൊടിയാണ്. പറയണ്ട, നിറച്ചും പൊടിയോട് പൊടിയാണ് അവിടെ. അപ്പൊ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ നീണ്ട ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പൻവേലിലെത്തി അല്ലേ, മുംബൈയിലെത്തി. ഇനി ഇവിടുന്ന് ബ്രദറിൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങിയിട്ട് പോകണം അല്ലേ. അപ്പോൾ നമുക്കിനി പയ്യെ കാണാം. ഞങ്ങളിനി കുറച്ച് സ്ഥലത്തും കൂടി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ മുതലാണ് ഞങ്ങൾ കറങ്ങാൻ പോണത്. അപ്പോൾ നാളെ നമുക്ക് ഡീറ്റെയിൽ വീഡിയോസ് എല്ലാം ഇതിനെ കാണാം അല്ലേ. ഇതാണ് കേട്ടോ നമ്മളുടെ പൻവേൽ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ലോക്കൽ പ്ലാറ്റ്ഫോമാണിത്. ഇവിടുന്ന് നമുക്ക് ഇതാണ് ലോക്കൽ പ്ലാറ്റ്ഫോം പൻവേലത്തെ. ഇവിടെ നിന്നാണ് നമ്മൾ CST, ദാദർ, കുർല, ഥാനെ, കല്യാൺ ഒക്കെ പോകുന്ന ട്രെയിൻ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുക. അപ്പോൾ നമ്മൾ പൻവേൽ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പൻവേൽ ലോക്കൽ സ്റ്റേഷനിൽ ലോക്കൽ ട്രെയിനും ഒക്കെ കാര്യങ്ങൾ നമുക്ക് ഇവിടെയാണ് അവൈലബിൾ. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റിന് ട്രെയിൻ വരും. അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ട്രെയിൻ കയറാം. ഇവിടെ പൻവേൽ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ബിക്കാനീർ സ്വീറ്റ്സ് പറഞ്ഞ ഒരു ചെറിയൊരു ചാട്ട് കോർണർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളും കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മസാല ദോശ ഉണ്ടാക്കുകയാണ്. ഇത് അതാണ് മഞ്ചൂരിയൻ, ഫ്രൈഡ് മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത്. എൻ്റെ പൊടിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ. അത് ये क्या है, मंचूरियन है क्या? ഞാൻ പറഞ്ഞത് മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെജ് ഐറ്റം മാത്രമേ ഉള്ളൂ. ये खाने के लिए चाहिए? ये पार्सल है, അത് വേറെയാണ് പാർസൽ. നിങ്ങളെ പറഞ്ഞോ ദഹിപൂരി പറഞ്ഞോ? എവിടെ? എന്താ പറഞ്ഞ? ദഹിപൂരി പറഞ്ഞിട്ടുണ്ട്. ദഹിപൂരി. ഇവിടെ പാനിപ്പൂരി 30, ഭേൽപൂരി 40, റഗടാപ്പൂരി 40, ഭേൽപൂരി 35, അങ്ങനത്തെയൊക്കെ വെറൈറ്റിയാണ്. നീ എന്താ പറഞ്ഞത്? വെജ് ഫ്രൈ ന്യൂഡിൽസ് അല്ലേ? നമ്മൾ മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ മുംബൈത്തെ ഭക്ഷണം കഴിക്കണ്ടേ അല്ലേ? അതുകൊണ്ട് ഒരു വെറൈറ്റി ഭക്ഷണം അല്ലേ?
ഇതാ ഞങ്ങളുടെ റെഡി ആയിട്ടോ. हम लोग का है ना मंचूरियन राइस. वो नूडल्स कैंसिल कर सकते हैं? हो जाएगा. हाँ ठीक है. तो ये इसमें 2 जन खा सकता है ना? ഇതിൽ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ്, അപ്പോൾ 2 പേർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസ്. കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട്? ഞാനൊന്ന് കഴിച്ചോട്ടെ. മഞ്ചൂരിയൻ നമ്മളിതൊരു കഴിച്ചില്ലല്ലോ. നല്ല എരിവുണ്ട്, പക്ഷെ അതിനനുസരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു പാനിപൂരി? മോളെ കഴിച്ചില്ലല്ലോ പാനിപൂരി. അങ്ങനെ ഞങ്ങൾ ലൈറ്റായിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ച് ഇപ്പോൾ ഞങ്ങൾ തന്നെ ബ്രദറിൻ്റെ വീട്ടിൽ പോവാണ്. ഇപ്പോൾ ഓൺ ദ വേ ഓട്ടോറിക്ഷയിലാണ് പോണത്. ഇതാണ് കേട്ടോ ഓൾഡ് പൻവേ എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ പോണത് കരഞ്ചാട് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെയാണ് എൻ്റെ ബ്രദർ താമസിക്കുന്നത്. ഈ കോളി ചോക്കയാണ് ഹനുമാൻ മന്ദിർ. ഇതെവിടെയാണ്? ഹനുമാൻ മന്ദിർ. നല്ല റഷുള്ള ഏരിയ ആണ് കേട്ടോ. നല്ല തിരക്കാണ് ഇവിടെ. പിന്നെ എല്ലാ ഏരിയയിലും ഇവിടെ നോക്കുമ്പോൾ എല്ലാം കുട്ടി കുട്ടി റോഡുകളാണ്, ചെറിയ ചെറിയ റോഡുകളാണ്. പിന്നെ ചെറിയ ചെറിയ ഇഷ്ടംമാതിരി വണ്ടികളും കാര്യങ്ങളും നിറച്ചിരിക്കുന്നുണ്ട്. हाय, कैसे हो आप देख रहे हो मेरा ब्लॉग. दिस इज ए लिटिल चिमनी. दिस इज फ्रेंड्स. वो देखो वो है दक्ष और रौनक. അപ്പോൾ ഞാൻ എൻ്റെ അനിയൻ്റെ വീട്ടിലെത്തി. ഇവനാണ് എൻ്റെ അനിയൻ പ്രദീപ്. അപ്പോൾ ഇവൻ്റെ വീട്ടിലാണ് സ്റ്റേ ഒരു 1 വീക്ക്. അപ്പോൾ നാളെയാണ് ഞങ്ങൾ പോണത് മുംബൈക്ക്. അപ്പോൾ ഇവൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു മലയാളം അത്രയ്ക്ക് അറിയത്തില്ല. അപ്പോൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാം.